രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന 54-കാരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുകയാണ് കോഴിക്കോട് പോലീസ്. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയ പോലീസ് കൊല നടന്ന സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നും മുഹമ്മദ് അലി പിന്നീട് വെളിപ്പെടുത്തി. ഇതിൽ നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മുഹമ്മദ് അലി മാനസിക രോഗത്തിന് ചികിത്സയിലെന്ന് സഹോദരൻ പൗലോസ് പോലീസിനെ അറിയിച്ചു. ആന്റണി എന്ന് പേരുള്ള ഇയാൾ പിന്നീട് മതം മാറി മുഹമ്മദ് അലി ആവുകയായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 39 വർഷം മുൻപ് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അതായത് ഇയാൾക്ക് 14 വയസ്സുള്ളപ്പോൾ നടത്തിയ ഒരു കൊലപാതകത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം വെളിപ്പെടുത്തുന്നു. അതിനുശേഷം താൻ രണ്ടാമതൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് പറയുന്നു. ആകെ അടിമുടി ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇയാൾ ആന്റണി എന്ന പേരുള്ള ആൾ മതം മാറി മുഹമ്മദ് അലി ആകുന്നു. ഇയാളുടെ ജീവിതത്തിൽ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, ഒരു മകൻ്റെ മരണം, മറ്റൊരു മകൻ്റെ അപകടം, അങ്ങനെ തുടർച്ചയായി ജീവിതത്തിൽ ഇതുപോലെ ദുരന്തങ്ങൾ വേട്ടയാടിയപ്പോൾ മാനസാന്തരപ്പെട്ട് കുറ്റബോധത്താൽ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്നാണ് പോലീസിനോട് മുഹമ്മദ് അലി തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഇയാളുടെ സഹോദരൻ ഇപ്പോൾ പറയുന്നു ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ടോമോ, അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ രേഖാചിത്രം സിനിമയ്ക്ക് സമാനമായ ചില കഥാഗതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലത്ത് വന്നു പറയുന്നു താൻ ചെറുപ്പത്തിൽ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, അതിന്റെ കുറ്റബോധം തന്നെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊലപാതകം ചെയ്ത് ഇപ്പോൾ 2 കൊലപാതകമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ ആദ്യ കൊല ചെയ്തു എന്ന് പറയുന്ന കൂടരഞ്ഞയിൽ പോലീസ് തെളിവെടുക്കുന്നു. അന്ന് ആ സമയത്ത്, അതായത് ആദ്യ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന 1986 കാലത്ത് ആ സ്ഥലത്ത് ഒരാൾ, അജ്ഞാതനായ ഒരാൾ കൊല്ലപ്പെട്ടു. പിന്നീട് തിരിച്ചറിയാത്ത മൃതദേഹം സംസ്കരിക്കപ്പെട്ടു എന്നൊക്കെ ഈ പത്രക്കട്ടിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പഴയ കേസ് രജിസ്റ്ററിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്നു. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെ 1989, അതായത് ആദ്യ കൊലപാതകം നടത്തി 3 വർഷം കഴിയുമ്പോൾ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊല്ലുന്നുവെന്ന് ഇയാൾ വീണ്ടും വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പുതിയ ചില വിവരങ്ങൾ പോലീസിനോട് പറയുന്ന സാഹചര്യം. ആദ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഈ മുഹമ്മദ് അലി വെളിപ്പെടുത്തിയതനുസരിച്ചുള്ള ഒരു കേസ് 1989 സെപ്റ്റംബർ 24 കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നടന്നു എന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസ് വീണ്ടും ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനായുള്ള ഒരു നടപടിക്രമം പോലീസ് തയ്യാറാക്കിയിരിക്കുന്നു. ടൗൺ ACP TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ഈ കേസിന്റെ അന്വേഷണത്തിനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യ കൊലപാതകം 86-ൽ നടന്ന, അതിന് 3 വർഷങ്ങൾക്ക് ശേഷം, ഇത് 14 വയസ്സിൽ ആദ്യ കൊല നടത്തി 3 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ജോലി ആവശ്യത്തിനായി കോഴിക്കോട്ടേക്ക് ഇദ്ദേഹം മാറുന്നത്. അവിടെ വെച്ച് ഈ സുഹൃത്ത് ബാബു എന്ന ആളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം ഒരാളെ കൊലപ്പെടുത്തിയത്. ഈ പണം തട്ടിപ്പറിച്ച് പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഇയാളെ ഏറ്റുമുട്ടൽ നടക്കുന്നതും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു എന്നതും. അതുകൊണ്ട് ഈ ബാബു എന്ന് പറയുന്ന ഒരാൾ കൂടി ഈ പ്രതിപട്ടികയിലേക്ക്, അല്ലെങ്കിൽ പ്രതി എന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ബാബുവിനെ അടക്കം ചോദ്യം ചെയ്ത് ആരാണ് ഈ ബാബു എന്ന് കണ്ടെത്തണം. ഒപ്പം ഈ മരിച്ച ആൾ ആര്, ഈ വെള്ളയിൽ ബീച്ച് ഭാഗത്ത് വെച്ച് അന്ന് മരിച്ച കേസിലെ ആൾ ആരാണ്, എന്താണ് അന്ന് നടന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെ ഈ പുനഃസൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം പോലീസിനുണ്ട്. 2 കേസിലും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇതിനിടയിലാണ് നാടകീയമായി ഇയാൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി സഹോദരൻ പൗലൂസ് രംഗത്തെത്തിയിരിക്കുന്നത്. മാനസിക രോഗത്തിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പൗലൂസിന്റെ സഹോദരനായ ആന്റണി എന്നാണ് മുഹമ്മദ് അലിയുടെ നേരത്തെ പേര്. അയാൾ വിവാഹം കഴിക്കുകയും പിന്നീട് വേങ്ങരയിലേക്ക് താമസമാക്കുകയും അവിടെ വർഷങ്ങളായി താമസിച്ചു വരികയുമാണ്. അതുകൊണ്ട് ഈ കൊലപാതകങ്ങൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുകളിൽ കാര്യമായ കഥയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഈ ആരോഗ്യപരമായ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ പോലീസിനെയും
മറ്റുമൊക്കെ കുഴയ്ക്കുന്ന പ്രശ്നം ഈ മുഹമ്മദ് അലി എന്ന ആന്റണി പറഞ്ഞ ഇടത്തായി 2 മരണങ്ങൾ ഈ പറഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പാലക്കാട് സ്വദേശി എന്ന് കരുതപ്പെടുന്ന ആളാണ് കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അന്ന് മരണകാരണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ പോലെ അത്യാധുനികമായ സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം സംസ്കരിക്കുന്നു. ഈ മരിച്ച ആൾക്ക് ഈ ചുഴലി പോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ അബദ്ധവശാൽ കാൽ വഴുതി വീണ് മരിച്ചതായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ്. അതായത് ഈ കഴിഞ്ഞ മാസം 5-നാണ് ഈ മുഹമ്മദ് അലി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1 മാസം മുൻപ്. ഈ 1 മാസ കാലയളവിൽ പോലീസ് അന്വേഷണം നടത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമായത്? കാരണം ഇതുവരെ 39 വർഷം മുൻപ് നടന്ന കൊലപാതകമായതുകൊണ്ട് കൃത്യമായ തെളിവുകൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആകെ ഒരു പത്രവാർത്ത മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ആകെയുള്ളൊരു തുമ്പ്. ഇതിലേക്ക് അന്വേഷണം നടത്തുക, ആരാണ് മരിച്ചതെന്ന് കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ അനീഷ്? ടോം, അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ 14-ാം വയസ്സിലാണ് കൂടരഞ്ഞിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കൊന്നു എന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇതിനുശേഷം പോലീസ് പ്രാഥമികമായ ചില പരിശോധനകൾ നടത്തി. ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡുകൾ പരിശോധിച്ചു. ഒപ്പം പഴയ പത്ര കട്ടിങ്ങുകൾ അല്ലെങ്കിൽ പഴയ കാലത്തുള്ള പത്രത്തിലെ ഫയലുകൾ തപ്പി. എന്തായാലും ഈ സമയപരിധിയിൽ 116/86 എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ മരിച്ച സ്ഥലം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പത്രത്തിൽ പറയുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ FIR പ്രകാരം പഴയ കേസ് രജിസ്റ്ററുകളിൽ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ആ മൃതശരീരം കടന്നത്. ഒപ്പം ഈ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് അവിടെ നിന്ന് മരിച്ചു എന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. ആ സ്പോട്ടിൽ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ആരാണ് മരിച്ചത് എന്നത് കൃത്യമായ ഒരു വിവരമില്ല. ഈ കൂടരഞ്ഞിയിൽ പുറത്തുനിന്നും ജോലിക്ക് വന്ന ഒരു ആളാണ് അവിടെ മരിച്ച്. അതുകൊണ്ട് അന്ന് ജോലിക്ക് കൊണ്ടുവന്ന ആളുകളെ കേന്ദ്രീകരിച്ച് ഈ തെളിവെടുപ്പ് അല്ലെങ്കിൽ മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം അന്ന് ജോലി നൽകിയ അല്ലെങ്കിൽ തൊഴിൽദാതാവായ ആളുകൾക്ക് ഈ സ്ഥലത്തേക്ക് ജോലിക്കായി ആളെ കൊണ്ടുവന്ന ആളുകൾക്ക് ഒരു ചെറിയ ഓർമ്മയെങ്കിലും കാണും. കാരണം അവരുടെ പണിസ്ഥലത്ത് അല്ലെങ്കിൽ അവർ പണിക്കായി എത്തിച്ച സ്ഥലത്ത് നടന്ന ഒരു അസ്വാഭാവികമായ സംഭവമാണ് ഒരു കൊലപാതകം എന്നത്. അവിടെ അതേക്കുറിച്ച് അല്ലെങ്കിൽ മരണം എന്നത് അതേക്കുറിച്ച് അന്വേഷിക്കാം, അവരുടെ മൊഴിയെടുത്തിരിക്കാം, മറ്റ് സാഹചര്യ തെളിവുകളെ കുറിച്ചൊക്കെ അന്ന് വളരെ ബ്രീഫായ ഒരു അന്വേഷണം ഒരുപക്ഷെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ കിട്ടി. പക്ഷേ ഇരിട്ടി സ്വദേശി എന്ന ഒരു വിവരം, ഒരു അവ്യക്തമായ വിവരമല്ലാതെ ഇതാരാണ് മരിച്ചത് അല്ലെങ്കിൽ ഇരിട്ടിയിൽ തന്നെയുള്ള ആളാണോ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബാക്കി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നടക്കമുള്ള ഒക്കെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അതുകൊണ്ട് ഇരിട്ടിയിൽ നിന്നാവും ഒരുപക്ഷെ ഇനി പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇരിട്ടിയിൽ നിന്നും കാണാതായ ആളുകൾ അല്ലെങ്കിൽ ജോലിക്ക് പോയ ശേഷം കാണാമറയത്തായ ആളുകൾ എന്നിവരെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസ്. കാരണം മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇത് വാർത്തയായി പുറത്തു വരുമ്പോൾ, ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇരിട്ടിയിൽ നിന്നും വളരെ നേരത്തെ ജോലിക്ക് പോയി കാണാതായ ആളുകളെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ആളുകൾ ഇരിട്ടിയിൽ നിന്നും കൂടരഞ്ഞിലേക്കാണ് എന്ന് പറഞ്ഞ് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ തേടി ബന്ധുക്കൾ എത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരും എത്തിയതായി രേഖകളിൽ പറയുന്നില്ല, പോലീസിന്റെ റിപ്പോർട്ടുകളിലും അങ്ങനെയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എന്തായാലും മരിച്ച ആൾ തയ്യാറായി, ഈ സംഭവം നടന്നു എന്ന കാര്യവും അല്ലെങ്കിൽ കൊന്ന ആൾ ഈ കേസിന്റെ പ്രതിസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. ഈ മരിച്ചു കിടന്ന് എന്ന് പറയപ്പെടുന്ന സ്ഥലം കൃത്യമാണ്. അത്തരമൊരു മരണം നടന്നു എന്ന് പോലീസ് രേഖകളിലും പത്രരേഖകളിലും പറയുന്നുമുണ്ട്. പക്ഷെ ആരാണ് മരിച്ചത്, എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ നടന്നത്, റീപോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ വളരെ തുലവും സാധ്യത കുറവാകും. കാരണം അന്ന് എവിടെയാണിത് മൃതദേഹം സംസ്കരിച്ചത്, അന്ന് സംസ്കരിച്ചെടുത്ത് അതേ രീതിയിൽ തന്നെയാണോ ഇപ്പോഴും ഭൂമിയുടെ തരമുള്ളത് എന്നടക്കമുള്ള ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ ഇതിൽ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഒന്നൊന്നായി പോലീസിന് കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ലഭ്യമുണ്ടോ, കേസ് രേഖകളിൽ എന്തൊക്കെ വിശദാംശങ്ങളാണുള്ളത്, ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒരാൾ ജോലിക്ക് വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടി വരും. അങ്ങനെയാണ് കൂടരഞ്ഞിലെ കേസ് പോകുന്നത്. മറുവശത്ത് വെള്ളയിലെ കേസിലും ഈ ഒരു പടി കൂടി കടന്ന് ബാബു എന്ന ഒരാൾ കൂടി തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദ് അലി പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇനി പോലീസ് നീങ്ങും കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ 39 വർഷം മുൻപ് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് അലി എന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി എന്ന വ്യക്തി ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. പക്ഷേ അതിനുശേഷം ഇയാൾ
മറ്റൊരു കൊലപാതകം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. മറ്റു ദുരൂഹതയുണ്ടോ, ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും പോലീസ് ഗൗരവത്തിൽ തന്നെയാണ് ഈ 2 കേസുകളും പരിശോധിക്കുന്നത്.